ഇപ്പോൾ വരുന്ന വാർത്ത കണ്ണൂരിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ച മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പ് നൽകിയത് അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ്. കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ബന്ധുക്കളുടെ പരാതിയിൽ പഴയങ്ങാടിലെ ഖദീജ മെഡിക്കൽസിനെതിരെ പോലീസ് കേസെടുത്തു. സുമേഷ് മൊറാഴ ചേരുന്നു. അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, എന്തൊരു വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയായിരുന്നു. കേസ് ഏതായാലും എടുത്തിരിക്കുന്നു മെഡിക്കൽസിനെതിരെ. വിവരങ്ങൾ എന്താണ് സുമേഷ്? അപർണ, ഈ മാസം 8-ാം തീയതിയായിരുന്നു ഇത്തരം ഒരു വീഴ്ച ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ചെറുകുന്ന് സ്വദേശിയായിട്ടുള്ള കുട്ടി മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി പനി ബാധിച്ച് ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ തരുന്ന കുറിപ്പുമായി മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ കുട്ടിക്ക് ഡോക്ടർ നൽകിയ കുറിപ്പിന് പകരം വേറൊരു മരുന്ന് നൽകുന്നു. അതാണ് ഈ സംഭവത്തിന്റെ തുടക്കം. അതിനുശേഷം കുട്ടിക്ക് കരളിനെ ബാധിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. 8-ാം തീയതിക്ക് ശേഷം കുട്ടിക്ക് ക്ഷീണം, മരുന്ന് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. വിദഗ്ധ ചികിത്സക്കായി കുട്ടിയെ കണ്ണൂരിലുള്ള വേറൊരു ഹോസ്പിറ്റൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നുള്ള ഡോക്ടറുടെ നിർദ്ദേശമായിരുന്നു കുട്ടിക്ക് കരളിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് രക്ഷകൾക്ക് ഡോക്ടർ നൽകിയ നിർദ്ദേശം. അതിനെ തുടർന്ന് ഇപ്പോൾ കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതായത് കുട്ടിക്ക് ഡോക്ടർ നൽകിയ മരുന്ന് കാൽപോൾ സിറപ്പ് എന്നായിരുന്നു. എന്നാൽ മെഡിക്കൽസ് നൽകിയ മരുന്ന് കാൽപോൾ ഡ്രോപ്സ് ആയിരുന്നു. ഇതിൽ വരുന്ന വ്യത്യാസമായിരുന്നു കുട്ടിക്ക് ഇപ്പോൾ ക്ഷീണം സംഭവിക്കുകയും തുടർന്ന് ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചതിന്റെ ഭാഗമായി കുട്ടിക്ക് കരളിന് ബാധിച്ചായിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സുമേഷ്, ഏതായാലും കേസ് എടുത്തിരിക്കുന്നു. ഇതൊരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടോ? ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ഷോപ്പുകാർ എന്തെങ്കിലും ഒരു വിശദീകരണമോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമൊക്കെ വല്ലതും നടത്തിയിട്ടുണ്ടോ ഈ സമയത്ത്? മെഡിക്കൽസിന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഞങ്ങൾ അവരെ സമീപിച്ചു. എന്നാൽ അത്തരം ഒരു വിശദീകരണം മെഡിക്കൽസിന്റെ അധികൃതർ നൽകിയിട്ടില്ല. ഇവരുടെ കുടുംബം സ്വാഭാവികമായും പോലീസിനെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് മറ്റുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കുട്ടി ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മറ്റുള്ള വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിൻ ഞങ്ങൾക്ക് തരാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പഴയങ്ങാടി ഖദീജ മെഡിക്കൽസിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൈക്കുഞ്ഞിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നിന് പകരം മരുന്ന് മാറി നൽകിയിരിക്കുന്നു. അങ്ങനെ അത് കുഞ്ഞിന്റെ 8 മാസം പ്രായമുള്ള കുട്ടിയാണ്. അത് കുട്ടിയുടെ കരളിനെ ബാധിച്ചിരിക്കുന്നു. കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്. ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്നുള്ള അത്യന്തം വിഷമകരമായ ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. അതിൽ ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നു. അങ്ങനെ പഴയങ്ങാടിലുള്ള മെഡിക്കൽ ഷോപ്പ് ഖദീജ മെഡിക്കൽസിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർമാരും വളരെ ആശങ്കയാണ് ഈ വിഷയത്തിനകത്ത് പ്രകടമാക്കിയിരിക്കുന്നത്. ഈ കൃത്യമായി മരുന്ന് നൽകാതെ തെറ്റായ മരുന്ന് നൽകി, അത് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അമിത ഡോസുള്ള മരുന്ന് നൽകി. ഡ്രോപ്സിന് പകരം അമിത ഡോസുള്ള മരുന്നാണ് നൽകിയിരിക്കുന്നത്. അതാണ് കുട്ടിയുടെ കരളിൻ്റെ പ്രവർത്തനം തന്നെ ബാധിച്ചതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോയത്. 8 മാസമുള്ള കുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി സുമേഷ്, ഇത് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുകയാണ് എന്ന് ആവർത്തിക്കുകയാണോ ഡോക്ടർമാർ? തീർച്ചയായും അപർണ, കുട്ടി ഇപ്പോൾ ഈ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ചെറിയ രീതിയിലൊരു വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അത് മറ്റു തരത്തിലേക്ക് അല്ലെങ്കിൽ ഡിസ്ചാർജ് പോലെയുള്ള രീതിയിലേക്ക് വരാനായിട്ടില്ല. 1-2 റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരാനുണ്ട് എന്നാണ് ആശുപത്രി അധികൃതമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടിയ വിവരം. സ്വാഭാവികമായും ഒരു തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ഉണ്ടാകുക സ്വാഭാവിക 8 മാസം പ്രായമായ കുട്ടിയാണ്. എന്തായാലും അതിൽ ഒരു കുറച്ച് കാലതാമസം സ്വാഭാവികമായും ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടർ പറയുന്ന രീതി പ്രകാരം കുട്ടിയുടെ ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. ചെറിയ കുട്ടി ഇപ്പോൾ ചികിത്സിക്കുന്നിടത്ത് നിന്ന് ഞാൻ എത്താം. ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാവ്
സമീർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം കുഞ്ഞിന്റെ ആരോഗ്യനില ഏത് തരത്തിലാണെന്ന് ചോദിക്കട്ടെ. വലിയൊരു വീഴ്ച മെഡിക്കൽസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർമാരും നിങ്ങളോട് സ്ഥിരീകരിച്ചു അല്ലേ? സമീർ കേൾക്കാമോ? വലിയ ഒരു വീഴ്ചയാണ് ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ നമ്മൾ സംസാരിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് ഹൈ ഡോസ് ആണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്. ഹൈ ഡോസ് ആണ് കുട്ടിയുടെ മെഡിസിൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് ലിവറിനെ മൊത്തത്തില് ഡാമേജ് ആക്കുന്ന അത്രയും ഡോസ് കുട്ടിന്റെ വയറ്റിൽ കയറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഇന്നലെ വരെ കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഇന്ന് എന്തായാലും നല്ലൊരു റിപ്പോർട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആരോഗ്യനില കുറച്ച് ഭേദമായോ? ഇപ്പം ഇന്ന് രാവിലത്തെ റിപ്പോർട്ടിൽ നല്ലൊരു റിപ്പോർട്ടാണ്. ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്ത ഒരു ഇതിൽ എത്തിയിട്ടുണ്ട്. നോർമൽ പൊസിഷനിലായിട്ടുണ്ട്. ഇനി കൂടാൻ ചാൻസസ് കുറവാണെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ആശ്വാസകരമായ കാര്യം ആ തരത്തിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോഴും ഈ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ. നിങ്ങളെല്ലാവരെയും ഇത്രയും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ഈ മരുന്ന് വാങ്ങിച്ചപ്പോൾ ഇതൊരു കൊച്ചു കുട്ടിക്കാണ് എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലായിരുന്നോ? ഇങ്ങനെ ഹൈ ഡോസ് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് മെഡിക്കൽ ഷോപ്പിനോട് ചോദിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? നമ്മൾക്ക് അറിയില്ലായിരുന്നു. അതായത് കാൽപോളോ സിറപ്പും ഉണ്ട്, കാൽപോളോ ഡ്രോപ്സും ഉണ്ട്. അപ്പോൾ ഡോക്ടർ എഴുതിയത് കാൽപോളോ സിറപ്പാണ്. സിറപ്പാണെങ്കിലാണ് 5 ml കൊടുക്കേണ്ടത്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. വീഴ്ച സംഭവിച്ചത് മെഡിക്കൽ ഷോപ്പുകാരുടെ അനാസ്ഥ മൂലമാണ്. അത് അവര് നമുക്ക് സിറപ്പ് തരേണ്ടതിന് പകരം ഡ്രോപ്സ് തന്നു. അപ്പോൾ ഡ്രോപ്സ് എന്ന് വെച്ചാല് 5 ml കൊടുത്താൽ അത് ഹൈ ഡോസ് ആണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഹൈ ഡോസ് ആയിട്ടാണ് ഇപ്പം കുട്ടിക്ക് കരളിന് സംബന്ധമായിട്ടുള്ള അസുഖം വന്നിട്ടുള്ളത്. ഈ ഇവിടെ നിങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇത് കൊടുക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്തല്ലേ? അപ്പൊ അത് 8 മാസമാണ് കുഞ്ഞിന് എന്നുള്ളത് കൂടെ പ്രിസ്ക്രിപ്ഷനകത്ത് വ്യക്തമല്ലേ? ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് അറിയാൻ വ്യക്തമായിട്ടുണ്ട്. അതിലുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കുട്ടീന്റെ മാസമുണ്ട്, തൂക്കമുണ്ട്, എല്ലാം അതിൽ കൃത്യമായിട്ട് ഡോക്ടർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അവർക്ക് അറിയാവുന്നതാണ്. കൂടിയാണ്, അല്ലാണ്ട് വേറെ ഡോക്ടർ അല്ല. പീഡിയാട്രിഷ്യനാണ് ഈ താഹിർ അബ്ദുള്ള എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പൊ ഈ ഇവര് എടുത്തു ചോദിച്ചില്ല അല്ലെ? കാരണം ഡ്രോപ്സ് കൊടുക്കുന്നത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കാണ്. അത് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണല്ലോ. അവരൊന്നും ചോദിച്ചില്ല ഇത് എത്ര പ്രായമുള്ള കുഞ്ഞാണ് എന്ന് സംശയം പോലും ചോദിക്കാതെ. അങ്ങനെയല്ല, അത് ഇവരെടുത്ത് നിന്ന് മാറിപ്പോയതാണ്. അതായത് ഡോക്ടർ എഴുതിയത് സിറപ്പും ഇവര് മാറിയിട്ട് തന്നത് ഡ്രോപ്സ് ആയിപ്പോയതാണ്. അത് ഇവരെടുത്ത് നിന്ന് വന്ന അനാസ്ഥയാണ്. അല്ല, ഞാൻ അവരെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. മെഡിക്കൽ ഷോപ്പുകാരെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അവര് അത് സിറപ്പിന് പകരം ഡ്രോപ്സ് തരുമ്പോ മറ്റ് വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല അല്ലേ? ഇല്ലില്ല, ഇതിപ്പോ ഡ്രോപ്സും സിറപ്പും രണ്ടും കുട്ടികൾക്കുള്ളത് തന്നെയാണ്. പക്ഷെ ഡ്രോപ്സ് ആവുമെന്ന് വെച്ചാൽ അതിന്റെ അളവ് കൊടുക്കുന്നതിന്റെ അളവ് കുറക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതായത് 60 ml കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോ 5 ml ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത്രയും അളവ് കുറച്ചിട്ടേ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ പറഞ്ഞാല് 5 ml കൊടുക്കുമ്പോ പറഞ്ഞാൽ അത് 500 ഇത് പവറാണെന്നാ പറയുന്നത് അതിന്റെ ഡോസ്. എത്ര നേരം ഈ മാറിയ മരുന്ന് എത്ര നേരം നൽകിയിരുന്നു കുട്ടിക്ക്? അത് നമ്മൾ ആ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് കൊടുത്തിനെ, ഫുള്ളായിട്ട് കൊടുത്തിരുന്നു 3 നേരമായിട്ട്. അപ്പോഴാണ് വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയത് അല്ലെ? പിന്നെ എങ്ങനെയാണ്